മാധവ് ഗാഡ്ഗിലിനെയൊക്കെ ആലോചിച്ച് പോകുന്നത് ഇവിടെയാണ്. ഇപ്പം ആദ്യം പാരിസ്ഥിതിക ആഘാതം പഠിക്കണം, എന്നിട്ട് വേണം അത് നടത്തണോ വേണ്ടത് തീരുമാനിക്കാം. നിർമ്മാണങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ റിപ്പോർട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, എന്നെ ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞത്. കസ്തൂരിരംഗനും ഗാഡ്ഗിലിൻ്റെ 90% കണ്ടെത്തലുകളും അംഗീകരിക്കുകയില്ല. പക്ഷേ അത് വെള്ളം ചേർക്കേണ്ടി വന്നു. അത് കുറച്ച് വെള്ളം ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലോ. പുതിയൊരു കമ്മിറ്റി വന്നു. കേന്ദ്രം NDRFൻ്റെ 2 ടീമിനെ ഇങ്ങോട്ട് ഈ പൊട്ടുന്നതിനൊക്കെ മുമ്പേ കേരളത്തിലോട്ട് അയച്ചു. കാരണം കേരളത്തിൽ ദുരന്ത സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട്. സത്യത്തിൽ ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്താ പണി? അവിടെ പോയി വായി നോക്കിയിട്ട് കൊള്ളാം ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് പോയി. ആദ്യത്തെ ഉരുൾ പൊട്ടി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ, രക്ഷാപ്രവർത്തനത്തിന് അവിടെയുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ ഇറങ്ങിയവർ, രണ്ടാമത്തെ പട്ടിൽ അവർ പോലും നഷ്ടപ്പെട്ടു പോയി. ജീവൻ പണയം വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നമസ്കാരം. 2 ദിവസമായി ഹൃദയഭേദകമായ കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം വയനാടിനെ ആകെ വിഴുങ്ങിയിരിക്കുകയാണ്. നമ്മളൊപ്പം ചേരുന്നത് രാജൻ ജോസഫാണ്. ചേട്ടാ, സമീപകാല ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലേ ഇല്ലാത്ത രീതിയിലൊരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. അതെ, സമീപകാല ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത, പണ്ട് കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ മീഡിയകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ പ്രാകൃതരായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കേരളത്തിൽ ഞാൻ ഈ ദുരന്ത വാർത്ത ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് മിനിഞ്ഞാന്ന് രാത്രി കിടന്നു തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിയായിരുന്നു. ഫോൺ സൈലൻ്റ്. അപ്പോൾ പലരും വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് ഉറങ്ങുമ്പോൾ വെക്കാറില്ല. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഏകദേശം ഉച്ചയാവാനായി. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ വാർത്തകൾ കാണും. ഇപ്പം ഞാൻ ഈ വയനാട്ടിലുള്ളവർ, അതേപോലെ നിലമ്പൂർ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രദേശങ്ങൾ, അവിടെയുള്ളവരെയൊക്കെ വിളിച്ചു. അപ്പം ഏകദേശം 21 ബോഡിയാണ് ആ സമയത്ത്, 21 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചൊരു ചിത്രം കിട്ടിയപ്പോൾ അപ്പോൾ 21 പേര് മരിച്ചു, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പേജിനകത്ത്, എൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു മരണസംഖ്യ 100 കവിയും എന്നുള്ളത് അപ്പം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ നഷ്ടപ്പെട്ട വീടുകളെക്കുറിച്ചിട്ടുള്ള ഏകദേശ ചിത്രങ്ങൾ, കാരണം മേപ്പാടിയായിട്ട് ബന്ധപ്പെട്ട് ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുള്ള ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്നുള്ള കുറച്ച് നമ്പറുകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അവിടെയിട്ട് കെട്ടിച്ചു വിട്ട സ്ത്രീകളെ, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അവരുടെ കുടുംബാംഗങ്ങളുടെ നമ്പർ, അങ്ങനെയൊക്കെയുള്ളത് ഞാൻ നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുകയും, വയനാട്ടിൽ വലിയ കണക്ഷനൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമല്ല. പുറ്റിങ്ങൽ അപകടം 100 ചില്ലാനം പേര് പോയി, പെരുമൺ ദുരന്തത്തിൽ 100 ചില്ലാനം പേര് പോയി, ശബരിമലയിലെ പുല്ലുമേട്ടിലെ തിക്കിലും തിരക്കിലും പെട്ട് 100-ലധികം പേര് പോയി, കടലുണ്ടി ദുരന്തം, ഇങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളും എടുത്ത് പറഞ്ഞു അതിൻ്റെ എല്ലാം സ്റ്റാറ്റിക്സ് നോക്കി കഴിയുമ്പോൾ അതിനെല്ലാം ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. 200-ലധികം പേരുടെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 300-ന് മുകളിലേക്ക് പോകും, അത് യാതൊരു സംശയമില്ല അതിനകത്ത്. ഇപ്പോഴും 800-ഓളം പേര് ആ വാർഡിൽ മാത്രം വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗിക. 540 വീടുകളുണ്ടായിരുന്നു. അതിൽ 25 വീട്, 6 ലയങ്ങളെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഇഷ്ടം പോലെ ഒരുമിച്ച് താമസിക്കുന്ന, ഈ അവിടുത്തെ അമ്പലം ഒലിച്ചു പോയി, അവിടുത്തെ മോസ്ക് ഒലിച്ചു പോയി, ഒക്കെ പോയി. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. എത്രയോ നല്ലൊരു സ്ഥലമായിരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ മലബാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തെക്കൻ ജില്ലകളിലേക്ക്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് തൃശ്ശൂർ, എറണാകുളം, ഇടുക്കിയിൽ കുഴപ്പമില്ല, തൃശ്ശൂർ, എറണാകുളം, പത്തനംതിട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പം സാധാരണഗതിയിൽ ഓരോ കമ്മ്യൂണിറ്റിയും അവരവരുടേതായ ഏരിയകളിലെ വീടും സ്ഥലമൊക്കെ മേടിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. അതൊരു കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മന്ത്രി പറഞ്ഞെങ്കിലും പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനത്തിൽ കോളനി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാനും അത് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് നിൽക്കാറുള്ളത്. പിന്നെ ഇടകലർന്ന് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളിലാണ്, അതേ ഉള്ളൂ, ടൗണിലൊക്കെ. പക്ഷേ മലബാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ജീവിക്കും. ഇപ്പം ഞാൻ മലപ്പുറത്ത് ഞാൻ വർഷങ്ങളോളം താമസിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ ഒരൊറ്റ വീടായിരുന്നു ആ വാർഡിൽ. അന്നൊരു ക്രിസ്ത്യൻ വീടുണ്ടായിരുന്നു, പിന്നെ വേറെ വീട് വന്നേ. ആ 80% മുസ്ലിം വീടുകളും ഒരു 20% ഹിന്ദുക്കളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ആലോചിച്ച് നോക്കും, മരണപ്പെട്ടവരുടെയും രക്ഷപ്പെട്ടവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കും. അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്, നല്ല ഒരു ഒത്തൊരുമയോടുകൂടി ജീവിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യർ, പ്രകൃതിയോടണങ്ങി ജീവിച്ചിരുന്ന മനോഹരമായൊരു പ്രദേശം. പക്ഷേ ഇതിൻ്റെ അപകടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നമ്മളിപ്പോൾ ദുരന്തം ഒക്കെ ഉണ്ടായെന്നും കണ്ട് നമ്മൾ ചായ കുടിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മൾ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇടയ്ക്ക് നോക്കുന്നു, പത്രം വായിക്കുന്നു, TV കാണുന്നു, ഇതെല്ലാം നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്നത് അതൊക്കെ കപടതയാണ്. അതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഈ ഉരുള് പൊട്ടുന്നതിൻ്റെ, വെളുപ്പിന് ഉരുള് പൊട്ടുന്നതിൻ്റെ തൊട്ട് തലേന്ന് ഉച്ചയ്ക്ക് അവിടെ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു. ആ സമയത്ത് അവിടെ തഹസിൽദാർ വരുന്നു, പോലീസ് വരുന്നു, മീഡിയകൾ അവിടെ ചെല്ലുന്നു. ഇതൊക്കെ ചെന്നിട്ടും ഇത്രയും ഇതിൽ ദുരന്ത സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ഇപ്പം സത്യത്തിൽ ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്താ പണി? ഇവരെ ഇത്തരം കാര്യങ്ങൾക്ക് മഴ പെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല.
മഴയെക്കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ ചിലപ്പോൾ തെറ്റിയും പോകാം. പെട്ടെന്ന് കാലാവസ്ഥാ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഓക്കെ മഴ വരും. ഇപ്പോൾ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു. അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത് 24-ാം തീയതിയും 25-ാം തീയതിയും 26-ാം തീയതിയും തുടർച്ചയായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീവ്ര മഴയ്ക്ക് സാധ്യത, മേഘസ്ഫോടനമല്ല, തീവ്ര മഴയ്ക്ക് സാധ്യത. തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നു വരാം. നമ്മൾ പെട്ടിവല ദുരന്തം അറിയാം, ഇവിടെ തന്നെ പുത്തുമലയിലെ അറിയാം, പിന്നെ അതേപോലെ തന്നെ അത് 2 കിലോമീറ്റർ അപ്പുറത്താണ്. അതേപോലെ തന്നെ പിന്നെ കവളപ്പാറ അറിയാം, എല്ലാം അറിയുമ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവർക്ക് അറിയുമല്ലോ. ആ സമയത്ത് സ്ഥലത്തുള്ള ആൾക്കാർ പോരാൻ തയ്യാറല്ലെങ്കിലും ബലം പ്രയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും മാറ്റണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ? അതല്ലേ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം, ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം അതല്ലേ? അത് ചെയ്യാതെ അവിടെ പോയി വായി നോക്കിയിട്ട് കൊള്ളാം ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ തഹസിൽദാരും പോലീസൊക്കെ കൂടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങ് പോയി. ഇത് കാണാൻ വേണ്ടി വന്നതാണ്, ടൂറിസത്തിന് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം പൊട്ടി ഒളിച്ച് വന്നിട്ട് മനുഷ്യൻ പിന്നെ എല്ലാം തകർന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തദ്ദേശവാസികൾ പരിക്ക് പറ്റിയവർ വരെ ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുക. ആദ്യത്തെ ഉരുൾ പൊട്ടി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് അവിടെയുള്ള ആൾക്കാർ ചെറുപ്പക്കാരെ ഇറങ്ങിയവർ രണ്ടാമത്തെ പെട്ടെന്ന് അവർ പോലും നഷ്ടപ്പെട്ടു പോയി. ജീവൻ പണയം വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. മനുഷ്യൻ്റെ പിന്നെ നിലമ്പൂരെന്നൊക്കെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, തല മാത്രമുള്ളത്, പിന്നെ അര വരെയുള്ളത്, അരയ്ക്ക് താഴോട്ടുള്ളത് ഇല്ലാത്തത്, കൈ കാല് കിട്ടിയവരെല്ലാം മുഖമൊക്കെ ചതഞ്ഞ് വികൃതമായി. ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു ഊഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, DNA പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് DNA പരിശോധന നടത്തുക? ഇതിപ്പോൾ കവളപ്പാറയിലുണ്ടായതുപോലെ തന്നെ പല ബോഡികളും കണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ 10-28 കിലോമീറ്റർ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ഒഴുകിപ്പോയ സ്ഥലത്ത് വനത്തിനകത്തൂടെ പോയേക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്തിട്ട് ചെയ്യുക? അവിടോട്ട് എങ്ങനെ JCB എത്തിക്കും? ഈ വനത്തിനകത്തൂടെ എന്ത് കൊണ്ടുപോകാൻ പറ്റും? വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്നും പോയിട്ട് തെരച്ചിൽ ഒഴുകി വരുന്നത്, വെള്ളത്തിൽ പൊങ്ങി വരുന്നത് പിന്നെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ, അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പിന്നെ സംഘടനകളും എല്ലാം രംഗത്തുണ്ട്. അത് ചാലിയാറിന്ന് അതും ജീവൻ പണയം വെച്ച് തന്നെയാണ് അവരെല്ലാം ആ ബോഡിയൊക്കെ കരയ്ക്കടുപ്പിക്കുന്നത്, ശരീരഭാഗങ്ങളെ പെറുക്കിയെടുക്കുന്നു, അങ്ങനെ കൊണ്ടുവരുന്നു. എല്ലാ സംഘടനകളും രംഗത്തുണ്ട് സജീവമായിട്ട്. മലയാളിയുടെ ഒത്തൊരുമയ്ക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒത്തൊരുമ എല്ലാ കാലത്തും തുറന്നാൽ മതിയായിരുന്നു എന്ന് കരുതുന്നത്. കാരണം യുവജന സംഘടനകളാണെങ്കിലും ഇവിടെ എതിർ പാർട്ടിക്കാരെ പിന്നെ തല്ലാനും കൊല്ലാനും പിന്നെ ആൾക്കൂട്ട വിചാരണ നടത്താനും റാങ്കിങ് നടത്താനും പോകാതെ യുവമോർച്ചയാണെങ്കിലും DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ അവരുടെ കർമ്മശേഷി, അവരുടെ ആരോഗ്യം ഇതിനു വേണ്ടിയാണ്. കാരണം പ്രായമുള്ളവർക്കൊക്കെ ഇതിനകത്ത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചെറുപ്പക്കാരുടെ ആ ഊർജ്ജം ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. തുടർന്നും തരത്തിലുള്ള മാതൃകകളാണ് മുന്നോട്ട് വെക്കേണ്ടത്. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ ഒരു മഴയ്ക്കും മണ്ണിടിച്ചിലിനും ഇടയിലുള്ള കുഞ്ഞു ജീവിതം, അതിനിടയിലാണ് തമ്മിൽ തല്ലാനൊക്കെ പോകുന്നത്. അതല്ലാതെ രാഷ്ട്രീയം എന്നത് ഏറ്റവും സർഗാത്മകമായും ക്രിയാത്മകമായും ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണെന്നും ഒരു നല്ല കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ വിഭവശേഷി മുഴുവൻ ഇനിയുള്ള കാലത്ത് ഇതൊരു പാഠമായി കണ്ട് നമ്മൾ കരുതി കോവിഡിൽ നിന്ന് പാഠം പഠിക്കുന്നു, ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് തുടക്കത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപകടം നടന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ രണ്ട് തരത്തിൽ പോകുന്നുണ്ട്. പിന്നെ അഭിഷേക്, രണ്ട് തരത്തിൽ പോകുന്നുണ്ട്. ഒരു കൂട്ടർ ഇതിനെ തട്ടിപ്പായിട്ട് മുതലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുക, സഹായം എത്തിക്കാൻ. ഇവരെ ആരാ ചുമതലപ്പെടുത്തി? സഹായം അവിടെ എത്തുന്നുണ്ടെന്നേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. നിങ്ങൾ പിന്നെ സ്വന്തം നിലയ്ക്ക് അങ്ങനെയുള്ളത് ചെയ്യരുത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. അതായത് ജില്ലാ കളക്ടർമാരെ ഏൽപ്പിക്കുക സാധനങ്ങൾ. കുറേ എണ്ണം അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പിന്നെ മെയിൻ സ്ട്രീം മീഡിയാസ് അവിടെ പോയിക്കോട്ടെ, ബാക്കി ഓൺലൈൻ മീഡിയക്കാരെല്ലാം ചെയ്യുന്നത് തനിക്ക് തോന്നിയാൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോയിട്ട് ഇതിങ്ങനെ ഇടുക. പിന്നെ ആൾക്കാരും വ്യക്തിപരമായിട്ട് ഓൺലൈൻ മീഡിയക്കാർ പോട്ടെ, മീഡിയക്കാരാണെങ്കിൽ പോട്ടെ, വ്യക്തിപരമായിട്ടും ഇത് പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയവരുണ്ട്. ദുരന്ത ടൂറിസം എന്ന് പറഞ്ഞ സാധനമാണ്. കവളപ്പാറയിൽ ഞാൻ കണ്ടത്. കവളപ്പാറയിൽ ഞാൻ ആദ്യത്തെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നിടം വരെ. കാരണം എനിക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട പലരും വളരെ നഷ്ടപ്പെട്ടു പോയി. ചിലരുടെ കൂടി ഇപ്പോഴും കിട്ടാത്തതുകൊണ്ട് എനിക്ക് അറിയുന്ന കുടുംബങ്ങളിൽപ്പെട്ടവരെ, എൻ്റെ സുഹൃത്തുക്കളുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. ആ സമയത്ത് പിന്നെ അവിടെ ഇതേപോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വന്നവരൊക്കെ നമ്മൾ ആൾക്കാർ പിന്നെ കൈകാര്യം ചെയ്യുന്ന അവസരമെത്തി. അങ്ങനെയുള്ളവരെ അടുപ്പിച്ചില്ല. പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവർ. അപ്പം ഞാൻ പോലും മണ്ണിലോട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം എനിക്കത് എന്നെ കൊണ്ട് പിന്നെ നടക്കുന്നൊരു കാര്യമല്ല. കാരണം അങ്ങനത്തെ റിസ്ക് ഇതിനകത്ത്. അതേപോലെ തന്നെ പിന്നെ ഒഴുക്കുള്ള വെള്ളത്തിലൊന്നും എനിക്ക് പറ്റത്തില്ല. നമ്മൾ നീന്തൽക്കുളത്തിൽ മാത്രമേ നീന്താറുള്ളൂ. ഉള്ള വെള്ളത്തിൽ നീന്താനുള്ള പിന്നെ ശേഷിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല, ചെറുപ്പത്തിലേ പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മളവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കോർഡിനേഷനകത്തൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു. അവിടെ വെറുതെ വായി നോക്കാൻ വേണ്ടി പോയതല്ല. ഇത് വെറുതെ വായി നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ പിന്നെ ഇത് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കൂട്ടം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് ഈ രക്ഷാപ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവും. അപ്പം ജനം അങ്ങോട്ട് എത്തുന്നത് എങ്ങനെയാണ് ആലോചിച്ച് നോക്കുന്നേ. അവിടെ ഈ JCB-കാരൻ പോലും വാടകയ്ക്കൊന്നുമല്ല,
പിന്നെ JCB മുതലാളിമാർ ഇഷ്ടം പോലെ ആൾക്കാർ JCB അങ്ങോട്ട് എത്തിക്കാനുള്ള പാലം വന്ന് ബെയിലി പാലം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് JCB അവനവൻ്റെ JCB അവനവൻ്റെ കയ്യിൽ നിന്ന് എണ്ണയടിച്ച് പിന്നെ ഓപ്പറേറ്ററും ഫ്രീ ആയിട്ട് പോകുന്നു, പിന്നെ ഉടമ ത്യാഗം സഹിക്കുന്നു. അങ്ങനെ എത്തിക്കാൻ തയ്യാറാണ്. ആംബുലൻസുകൾ, വിവിധ ആശുപത്രികളുടെ ആംബുലൻസുകൾ, അതിന് പുറമെ വിവിധ സംഘടനകളുടെ ആംബുലൻസുകൾ, അതിന് പുറമെ അരി വാങ്ങാൻ വേണ്ടി പിന്നെ കടമെടുത്തിട്ടോ ഒക്കെ ഒരു ആംബുലൻസ് മേടിച്ച് അത് ഓടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരും ആ ആംബുലൻസിനകത്ത് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് ഇല്ല, എല്ലാത്തിനും തയ്യാറായിട്ട്. പരിക്ക് പറ്റിയവരെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ കാഴ്ച കാണാൻ വേണ്ടി പോയമാരെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം രാഹുൽ ഗാന്ധി വന്നില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു വലിയ പ്രചാരണം. അത് ഇവിടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ സൈബർ സഖാക്കളൊക്കെയാണ്. രാഹുൽ ഗാന്ധിയെ കാണാനില്ല, സ്വല MP എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി Z കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരാളാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പം, അത് മാത്രമല്ല ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡർ ഔദ്യോഗികമായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് വരാൻ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ വന്നു കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ സ്തംഭിക്കും. ഇവരുടെ സെക്യൂരിറ്റി നോക്കുന്നതാണോ അവിടെ ഒരാളെ പിന്നെ കണ്ടെത്തലാണോ ഏറ്റവും പ്രധാനം? അപ്പോൾ ഇവർ പിന്നെ വന്നില്ല എന്നുള്ളത് ഇപ്പോൾ നാളെ CM പോലും പിന്നെ അല്ലേ CM നമ്മളിപ്പോൾ ഇത് എയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി വിട്ടില്ലെങ്കിൽ നാളെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, പ്രേക്ഷകർ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് വൈകിട്ടാകുമ്പോഴും ചിലപ്പോൾ നാളെയോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന എഴുതിയിട്ടാണ്. അപ്പം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഒന്നും അവിടെ ഇപ്പോൾ ചെല്ലേണ്ട കാര്യമില്ല, ചെല്ലുന്നത് ശരിയല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഗതി കിട്ടിയിട്ട് പോരുക, എല്ലാവരും കൂടെ ആരോപണം ഉന്നയിക്കുമ്പോൾ പിന്നെ വന്നില്ലെങ്കിൽ നമ്മളെ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ, കുറ്റം കണ്ടെത്തിരിക്കുകയല്ലേ. അപ്പം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് Z കാറ്റഗറി കമാൻഡോസാണ് വരുന്നത്. അപ്പോൾ പിന്നെ SBGയുടെ ഒക്കെ പിന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെയാണ് വരുന്നത്. ആ കമാൻഡോസൊക്കെ വരുമ്പോൾ ഇവരുടെ സെക്യൂരിറ്റി ഒരുക്കണം, ഇവരുടെ ഗതാഗതത്തിന് വേണ്ട പിന്നെ സൗകര്യങ്ങൾ ഒരുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഒരു മിനിറ്റ് നഷ്ടപ്പെട്ട ഒരു മിനിറ്റ് പ്രധാനപ്പെട്ടതാണ്. ആ തിരിച്ചറിവാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത്തരം പിന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൾ സർവേ നടത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്നുമില്ല, കേരളത്തിൽ വ്യാപകമായിട്ട് അത്ര സ്ഥലങ്ങളില്ല. വയനാട്ടിൽ, ഇടുക്കിയിൽ, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഇരിട്ടി പോലെയുള്ള പ്രദേശങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ തിരുവമ്പാടി പോലെയുള്ള അങ്ങനത്തെ ചില പ്രദേശങ്ങൾ, വളരെ കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ പിന്നെ 10-100 വില്ലേജിലേ ഉള്ളൂ ഇങ്ങനത്തെ പിന്നെ പാരിസ്ഥിതികമായി ദുർബലമായിട്ടുള്ള മണ്ണിൻ്റെ ഘടനയൊക്കെയുള്ള കനത്ത രീതിയിൽ മഴ പെയ്താൽ പകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അത് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ അവർക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം പതിച്ചു കൊടുക്കണം, വീട് വെക്കാൻ വേണ്ടിയിട്ട് 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ കൊടുക്കണം. അത് കൊടുത്തിട്ട് അവർക്ക് വീട് വെക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് വേറെ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. 4 ദുരന്തം ഉണ്ടാകുമ്പം ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എത്രയോ കോടി രൂപയാണ്. അവർ 4 വർഷത്തെ പിന്നെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന, ഈ റീബിൽഡിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ അപകടത്തിൽപ്പെടാതെ പിന്നെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫണ്ടായി. അപ്പോൾ അത് പിന്നെ അല്ലാത്തതിനെല്ലാം കട കൊടുക്കുന്നുണ്ടല്ലോ, ഇതിന് കുറച്ച് കട കൊടുത്തിട്ടെങ്കിൽ ചെയ്യട്ടെ. ഈ കട കൊടുക്കുന്ന പൈസ പിന്നെ ഒരിക്കലും നഷ്ടമാവുന്നില്ല. 4 പ്രാവശ്യം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലേറെ ചിലവാണ്, കോടിക്കണക്കിന് രൂപയല്ലേ ഒഴിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ആലോചിക്കേണ്ട ആൾക്കാരെ. ഇവർ കൃഷി നടത്തിക്കോട്ടെ, അവിടെ മൃഗങ്ങളെ വളർത്തിക്കോട്ടെ, ഒക്കെ ചെയ്യട്ടെ, രാവിലെ എഴുന്നേറ്റ് പോയിട്ട് കൃഷിയൊക്കെ നടത്തിയിട്ട് വരട്ടെ. പക്ഷേ അവർക്ക് താമസിക്കാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുതിയ കെട്ടിട നമ്പർ കൊടുക്കരുത്, പിന്നെ വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുക്കരുത്, ഒന്നും ചെയ്യരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ ഉണ്ടാക്കാൻ ഒന്നും കൊടുക്കരുത്. കാരണം ഇവിടെ തടയണ ഉണ്ടാക്കുക, റിസോർട്ട് ഉണ്ടാക്കിയതൊക്കെ പരിപാടി. ആ പരിപാടികളും അത്തരം സ്ഥലങ്ങളിൽ അങ്ങനത്തെ അനുവദിക്കരുത്. ടൂറിസം വേണം, വികസനം വേണം, എല്ലാം വേണം. ഇപ്പം മലയോര ഹൈവേ എന്ന് പറഞ്ഞ ഹൈവേ ഉണ്ട്. മലയോര ഹൈവേ അത് എവിടെ നിന്നറിയും? ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി വരെയാണ് ആൾ താമസമുള്ളത്. മുണ്ടേരി കൃഷിഭവൻ എന്ന് പറയും. ഈ മുണ്ടേരിയിൽ അവിടെയോട്ടാണ് ഈ ബോഡികൾ ഒഴുകിയെത്തുന്നത്. ഈ മുണ്ടേരിയിൽ നിന്ന് ഈ പറയുന്ന ഈ ചൂരൽമല വഴി മേപ്പാടിയിലേക്ക്, അതും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഒക്കെ. നിലവിൽ ഈ ചാലിയാറിലേക്ക് പിന്നെ അവിടെ നിന്ന് ഈ മുണ്ടക്കൈ പുഴ, പിന്നെ അത് തോടായിരുന്നു, പുഴയല്ലായിരുന്നു, ഉരുൾ പൊട്ടിയപ്പോഴാണ് അതൊരു പുഴയായിട്ട് രൂപാന്തരപ്പെട്ട് ആ വെള്ളം ഒഴുകി വന്ന അതേ വഴിക്ക് സമാന്തരമായിട്ടാണ് മലയോര ഹൈവേ. മാല തുറന്നിട്ടേ മലയോടാ കളിക്കുന്നത്. കാറ്റിനോടും പിന്നെ മണ്ണിനോടും മഴയോടും സൂര്യനോടും ഒന്നും കളിക്കാൻ മനുഷ്യനായിട്ടില്ല. സൂര്യൻ്റെ വെയിൽ പിന്നെ കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് ഭൂമിക്ക് മുഴുവൻ മേളിൽ വേനൽക്കാലത്ത് ഷെഡ് കിട്ടാൻ പറ്റൂലല്ലോ, തടയാൻ പറ്റത്തില്ല. സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ സൂര്യാഘാതമാണ്. മഴ വന്നു കഴിഞ്ഞാൽ മഴ അല്ലാതെ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മരവും വീടും പോകും, എല്ലാം പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി കാറ്റടിച്ച് മറിഞ്ഞ വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ടൊർണാഡോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് ഈ മല ഇടിച്ചിട്ട് മലയോര ഹൈവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരും വയനാടും രണ്ടും ടൂറിസം പിന്നെ സാധ്യതയുള്ള പിന്നെ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് വലിയ വികസനം ഉണ്ടാകും.
ഇടേ ഇവിടെ ഇതുപോലെ ഉണ്ടായിട്ട് വേണ്ടേ ഈ നിലമ്പൂരും പിന്നെ വയനാടും അവിടെ ഇരുന്നിട്ട് വേണ്ടേ ഉണ്ടായിട്ട് വേണ്ടേ ടൂറിസം നടക്കാൻ, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇതിന് പിന്നെ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന രീതിയിലും വികസനം വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അല്ല ടണലാണെങ്കിൽ പിന്നെ മനസ്സിലാക്കുക, ടണൽ പോലും അവിടെ പ്രയോഗിക്കുക. പിന്നെ പറയുന്നത് 100 ചില്ലാനം കിലോമീറ്റർ വേണം നിലവിൽ നിലമ്പൂരിൽ നിന്ന് നാടുകാണി വഴി തമിഴ്നാട് വഴി ചുറ്റിക്കറങ്ങി ബത്തേരിയിലോട്ടൊക്കെ എത്താൻ. ഇതാകുമ്പോൾ 48 കിലോമീറ്റർ മതി. 100 ചില്ലാനം കിലോമീറ്റർ അങ്ങനെ എളുപ്പത്തെണ്ടാന്നേ, ഈ റോഡും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഈ റോഡ് മലയോര ഹൈവേ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ മലയൊക്കെ പൊട്ടി വരുമ്പോൾ മലയോര ഹൈവേയും പോയി, മുടക്കിയ കോടികളും പോയി, ഒന്നും നടക്കത്തില്ല. മഴക്കാലത്ത് മണ്ണിടിച്ചിലും കാര്യങ്ങളോ അതിൽ കൂടെ യാത്ര ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ഇതൊക്കെയാണ് അവിടുത്തെ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ യാതൊരു വിധത്തിൽ ഇനിയുള്ള കാലത്ത് ഏത് വികസന പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു റോഡുണ്ടാക്കിയാൽ പിന്നെ അതിൽ നിന്ന് പിന്നെ ഒരു വണ്ടിക്ക് പിന്നെ ഇത്ര ലിറ്റർ പെട്രോൾ വെച്ച് ലാഭിക്കുമ്പോൾ ഇത്ര വണ്ടി ഓടുമ്പോൾ ഇത്ര രൂപയുടെ ഇന്ധന ലാഭം, പിന്നെ വണ്ടിക്ക് ടോൾ വഴി ഇത്ര കിട്ടുന്നു, പിന്നെ ഈ റോഡ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടൂറിസം വികസനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത്ര എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടുന്നതിന് പകരം ആദ്യം പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, എസ്റ്റിമേറ്റ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എവിടെയൊക്കെ വളവുണ്ട് എവിടെയൊക്കെ ഇതുണ്ട് ഇതൊക്കെയാണല്ലോ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കേണ്ടത് ഇതിനെക്കുറിച്ചല്ല, ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കേന്ദ്രം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹരിത ട്രൈബ്യൂണൽ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കും എന്നുള്ളത്. അത് നല്ല കാര്യമാണ്. മാധവ് ഗാഡ്ഗിലിനെയൊക്കെ ആലോചിച്ച് പോകുന്നത് ഇവിടെയാണ്. ഇപ്പം ആദ്യം പാരിസ്ഥിതിക ആഘാതം പഠിക്കണം, എന്നിട്ട് വേണം അത് നടത്തണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മലയാളി ആഘോഷിക്കുന്ന, മലയാളി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിലിൻ്റേത്. അദ്ദേഹം ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പോട്ട് വെച്ച നിഗമനങ്ങൾ അതൊക്കെ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ മലയാളി തിരിച്ചറിയുന്നുണ്ടാവും. അല്ല, അത് തിരിച്ചറിവില്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. ഈ പാവങ്ങളെല്ലാം പറയുന്നത് ഈ സർക്കാരുകൾക്കൊരു വിഷൻ വേണ്ടേ, ഒരു ദീർഘവീക്ഷണം വേണ്ടേ. അതിനെ ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയത് പിന്നെ ഈ ഇടതുമുന്നണിയാണ്, പ്രത്യേകിച്ച് CPM ആണ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ സമയത്ത് 2013 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായതാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായപ്പം ഇടുക്കിയിലെ ഈ ഭൂമി കയ്യേറ്റക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ചില ബിഷപ്പ്മാരുണ്ടായിരുന്നു. ഇവർ ആൾക്കാരെ അങ്ങ് ഭീതിപ്പെടുത്തി, ജനത്തെ എല്ലാം പിന്നെ ഒഴിപ്പിക്കും, അവർക്ക് ഭൂമിക്ക് പട്ടയം കിട്ടത്തില്ല, അവർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, 2 കന്നുകാലികൾ കൂടുതൽ വളർത്താൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള വ്യാജ പ്രചാരണം നടത്തി. മാധവ് ഗാഡ്ഗിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 കന്നുകാലിയെ മാത്രമേ വളർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പരിസ്ഥിതി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ റിപ്പോർട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, എന്നെ ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ചൂരൽമല, ഈ മേപ്പാടി, അതേപോലെ തന്നെ ഈ മുണ്ടക്കൈ, ഇതെല്ലാം അദ്ദേഹം ഓരോ വില്ലേജിൽ ഇന്ന ഏരിയ എന്നുള്ളത് പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ള പിന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള ചില താലൂക്കുകൾക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ സംഭവിച്ചു. അപ്പോൾ ഇത് ഈ 10 വർഷം നമ്മൾ പിന്നെ ഇവിടെ രാഷ്ട്രീയം കളിച്ചു. അന്നെന്ന് വെച്ചാൽ ഈ ബിഷപ്പ്മാർ പറഞ്ഞു കേട്ടിട്ട് ഇവിടെ പിന്നെ ഇപ്പം പറഞ്ഞു കേട്ടിട്ട് അവരുടെ ഓമനപുത്രനായിട്ടുള്ള ഭൂമി കയ്യേറ്റക്കാരനായ ജോയ്സിനെ പിടിച്ചിട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിർത്തി. അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന PT തോമസിന് പിന്നെ കോൺഗ്രസ്സുകാർ പേടിച്ചിട്ട് സീറ്റും കൊടുത്തില്ല. 2 ഡീനെ നിർത്തി. അന്ന് പിന്നെ ഡീൻ തോറ്റുപോയി. 19-ലും പിന്നെ ഒക്കെ 24-ലും പിന്നെ ഡീൻ അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ജോയ്സ് ജോർജ് പിന്നെ 2 പ്രാവശ്യം തോറ്റുപോയി. ഒറ്റ പ്രാവശ്യം ജയിച്ചുള്ളൂ, ജനങ്ങൾക്ക് 1 പ്രാവശ്യം തെറ്റുപറ്റി ഈ കഥ വിശ്വസിച്ചിട്ട്. ആ പാവം PT തോമസിനെ ക്രൂശിക്കുകയില്ലായിരുന്നോ? PT തോമസിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള വിലാപയാത്ര നടത്തുക, ശവസംസ്കാരം നടത്തുക ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ കഞ്ചാവ് പിന്നെ കൃഷിക്കാരെയും ബാക്കിയുള്ളവരെ സംരക്ഷിക്കാനുള്ള പരിപാടിയായിരുന്നോ അവരെ? ഭൂമി കയ്യേറ്റക്കാർ, സാധാരണക്കാരന് ദോഷം വരുന്ന നിയമമേ അല്ല ഗാഡ്ഗിൽ. അവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയൊക്കെ നമ്മൾ പിന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിരെ ഇങ്ങനെ ഇവർ പ്രശ്നം വന്നപ്പം അത് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കൂടെ പിന്നെ പുനഃപരിശോധിക്കാനും അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താനും വേണ്ടിയിട്ട് കസ്തൂരിരംഗനെ ഏൽപ്പിച്ചു. കസ്തൂരിരംഗനും ഗാഡ്ഗിലിൻ്റെ 90% കണ്ടെത്തലുകളും അംഗീകരിക്കുകയത്. പക്ഷേ അത് വെള്ളം ചേർക്കേണ്ടി വന്നു. അത് കുറച്ച് വെള്ളം ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലോ. പുതിയൊരു കമ്മിറ്റി വന്നു. ഇപ്പം ഈ ഒരു കാര്യം റിപ്പോർട്ട് ഉണ്ടാക്കി, അതിനെക്കുറിച്ച് പിന്നെ വീണ്ടും ഒരു സ്റ്റഡി നടത്താൻ അതിൻ്റെ ഫീസിബിളാണെന്ന് നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. നീ പറഞ്ഞാൽ എല്ലാം ശരിയെന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രസക്തിയില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊക്കെ ചെറിയ പിന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയും പ്രതിഷേധം വലിയ ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും ബേസിക് കണ്ടന്റ് ഒന്നാ, രണ്ടിൻ്റെ എസൻസ് ഒന്നാ. ആ സാധനം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യരുതെന്നാണ് ഇവരുടെ താല്പര്യം. അത് വലിയ ഭൂമി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടാവാൻ കാരണം സ്വാഭാവിക വനമാണെങ്കിൽ അത്രയും ഉണ്ടാവത്തില്ല. ഇവിടെ ഈ ടീ പ്ലാന്റേഷനും ബാക്കിയുള്ളതൊക്കെ വന്നപ്പം സ്വാഭാവിക വനങ്ങളെല്ലാം ഇവർ വെട്ടിക്കളഞ്ഞു. എന്നിട്ടാണ് ഈ പ്ലാന്റേഷൻ നടത്തുന്നത്. അല്ലാതുള്ള സാധനങ്ങളാണ് ഇവർ വെക്കുക. ഹാരിസൺ പിന്നെ തോട്ടങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് കൂടുതലും. ഹാരിസൺ എങ്ങനെ തോട്ടം കിട്ടിയെന്നൊക്കെ നമുക്കറിയാമല്ലോ. പണ്ട് VS അച്യുതാനന്ദൻ അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷേ
ബാക്കിയുള്ളവരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് പൈസ ചോദിക്കുമ്പോൾ കിട്ടുന്നേ. പിന്നെ ഇവർക്ക് കാരണബോധനൊക്കെ പൈസ കിട്ടിയാൽ പോരെ. ബാക്കിയുള്ളവർക്കും അത്ര എല്ലാ രാഷ്ട്രീയക്കാരും മത്സരിച്ച് വരുന്ന ഫണ്ട് മേടിക്കുന്നവരാ എല്ലാ രാഷ്ട്രീയക്കാരും. ഈ ഹാരിസണിനെ വരുമ്പം ഭൂമിയുടെ സ്വാഭാവികമായ ഘടനയിൽ മാറ്റം വരിക. വനഭൂമി പോലെയല്ല. ഈ വലിയ പാറക്കല്ലുകളൊക്കെ ഉള്ളിടത്ത് അതിന് പറ്റുന്ന മരങ്ങളാണിപ്പം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വീടിൻ്റെ ടെറസിൽ വരെ വല്ല ഒവാലൊക്കെ തിന്നിട്ട് ആലിൻ്റെ കുരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൽത്തൈ മുളച്ച് വരും. ഒരു തരി മണ്ണില്ല, ഈ സിമെൻറ്റിൽ പിടിച്ച് സാധനം വളരും. വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. അപ്പം അത്തരം പിന്നെ കാട്ടിലുള്ള സ്വാഭാവികമായ വനത്തിനകത്തുള്ള പല മരങ്ങളും സർവൈവ് ചെയ്യും. അത് പ്രകൃതിയിൽ നിന്നുള്ളതാണ്. നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള വിത്ത് കൊണ്ടേ വെച്ചിട്ട് ഒട്ടുമാവ് കൊണ്ടേ വെക്കുന്ന പോലെ അല്ല. അത് പ്രകൃതി തന്നെ ഉള്ളൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ മരങ്ങളുടെ വേരുകളെല്ലാം ഇതിലെല്ലാം ചുറ്റിപ്പിടിച്ച് ചിലപ്പോൾ ഈ പാറക്കെട്ടുകളും പിന്നെ മണ്ണും എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും വേറെ ആഴത്തിൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മണ്ണ് സംരക്ഷിക്കും. അതേസമയം ഇതെല്ലാം വെട്ടി പിന്നെ ടീ പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും ഒക്കെ ആക്കി മാറ്റി പൈസ മാത്രം ഈൽഡ് മാത്രം നോക്കിയിരിക്കുമ്പോൾ അതിന് പറ്റിയ മരങ്ങൾ കൃത്രിമ മരങ്ങളോടെ വെക്കുമ്പോൾ അതങ്ങനല്ല. അത് മേളിൽ കൂടെ വേര് പോകത്രേ ഉള്ളൂ. അപ്പോൾ ഈ പാറക്കെട്ടുകളും എല്ലാം ഒഴുകി വരുന്നതിനകത്ത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ കുറേ റെഫർ ചെയ്ത് നോക്കി, അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് വേറൊന്നും അറിയത്തില്ല. നമ്മൾ പോളിടെക്നിക്ക് പോയി പഠിച്ചിട്ടൊന്നുമില്ല ഈ സാധനം. അപ്പം ഇതിനകത്ത് ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ഇത്തരം പ്ലാന്റേഷൻ പിന്നെ നടത്തേണ്ട സ്ഥലത്തേ നടത്താൻ പാടുള്ളൂ. ഇതൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമല്ല, വികസനം വേണ്ട എന്നുള്ള അഭിപ്രായമല്ല, വികസന വിരോധിയുമല്ല ഞാൻ. ഇപ്പോൾ സിൽവർ ലൈൻ പോലും വന്നിരുന്നെങ്കിൽ കേരളം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളിലേക്ക് പോകുമായിരുന്നു. പാടങ്ങൾ പിന്നെ നികത്തണം, കുന്നുകളിടിച്ച് പിന്നെ മണ്ണ് വേണം, ഇതെല്ലാം വേണ്ടേ ഈ ട്രാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. എല്ലാം മൊത്തം അവിടെ നിന്ന് ഇങ്ങ് വരെ ഈ പിന്നെ അല്ലാതെ ഈ പില്ലറെ കൂടെ വരത്തില്ലല്ലോ, അത് വരത്തില്ലല്ലോ. അപ്പോൾ മെട്രോ ഉണ്ടാക്കിയ പോലെ, കാരണം ഇത് ഇത്രയും ദൂരമില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തിന് നീരൊഴുക്കിനെ ബാധിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മളുടെ നീർത്തടങ്ങൾ പിന്നെ പലതും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടല്ലാത്ത ഒരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. ഏറ്റവും പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായിട്ടുള്ള UK-ലോ അമേരിക്കയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ അവർ ഈ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊണ്ടുവരുന്നത് അതിനുണ്ട്. അമേരിക്കയിലൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പല ഏരിയകളിലും അവരുടെ പിന്നെ കോർപ്പറേഷനുകളുടെ പിന്നെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ചാൽ വീടിൻ്റെ മുമ്പിൽ ഇത്ര മരം വെക്കണമെന്നാണ്, റോഡ് സൈഡിനോട് ചേർന്നിട്ടും. അത് അവരെ സംരക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാതെ പ്രകൃതിയിൽ തൊട്ട് കളിക്കാൻ മനുഷ്യനായിട്ടില്ല എന്നുള്ളത് ഒന്നും കൂടി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ കേന്ദ്രത്തെ നന്നായിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നരേന്ദ്രമോദി വിഷയത്തിൽ നേരിട്ടിടപെട്ടു. പിന്നെ അദ്ദേഹം തന്നെ PM ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ PM ഓഫീസാണ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജോർജ് കുര്യനെ നിയോഗിച്ചു. കേന്ദ്ര ഏജൻസികളെ പരസ്പരം ഏകോപിപ്പിക്കാനും അതാത് സമയത്ത് റിപ്പോർട്ട് PM ഓഫീസിന് പിന്നെ സൈന്യം കൃത്യമായി ആ മേഖലയിൽ ഇടപെട്ടു. ആർമി ടെറിട്ടോറിയൽ ആർമി വന്നു. പിന്നെ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ അവരുടെ മെഡിക്കൽ വിഭാഗം വരുന്നു. പിന്നെ MEG വരുന്നു, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗം വരുന്നു. പാങ്ങോട് നിന്നുള്ള പിന്നെ മിലിറ്ററി അവിടെ എത്തുന്നു. പിന്നെ ബെയിലി പാലം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് എത്തുന്നു. അത് ഡൽഹിയിൽ നിന്നും ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ആയിട്ടുള്ള അതിനുള്ള പിന്നെ ഒരു ഫ്ലൈറ്റിൽ സാധനങ്ങൾ വന്നു. അത് 10-20 ട്രക്കിലെങ്ങാണ്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അത്രയും യുദ്ധകാലാടിസ്ഥാനത്തിലെന്നല്ല, യുദ്ധമുഖത്ത് ചെയ്യുന്ന അതേ കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ വാർഫീൽഡിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അത് അടിയന്തരമായി മണിക്കൂറുകൾക്കകം ഈ ഇത് പൊട്ടിയത് പുറലോകം അറിഞ്ഞ് മണിക്കൂറുകൾക്കകം മിലിറ്ററി അവിടെ എത്തി. അത് മാത്രമല്ല, കേന്ദ്രം മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല, കേന്ദ്രം NDRFൻ്റെ 2 ടീമിനെ ഇങ്ങോട്ട് ഈ പൊട്ടുന്നതിനൊക്കെ മുമ്പേ കേരളത്തിലോട്ട് അയച്ചു. കാരണം കേരളത്തിൽ ദുരന്ത സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട്, അതുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചു. അതായത് ഇവിടെ സജ്ജരായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ വ്യോമസേന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ല, ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത് എത്ര റിസ്ക്കാണ്. അവിടെ പിന്നെ വളരെ ഒട്ടും പോസിബിൾ അല്ലാത്തൊരു സ്ഥലത്താണ്. ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ റെസ്ക്യൂവിന് ഉപയോഗിക്കുന്നതാണ്. ഇവരെ പിന്നെ ആർമിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ ഉണ്ടാവുന്ന. വന്നിട്ട് അത് വന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഇത് ക്രാഷ്ഡായി. അവിടെ സർഫസ് ഇല്ല. റോഡിൻ്റെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൻ്റെ ഒരു ചെറിയ പ്രതലം കണ്ടെത്തിയിട്ട് അവിടെ വന്ന് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അത്രയും റിസ്ക്കി ആയിട്ടാണ് നടത്തുന്നത്. പിന്നെ ആദ്യം തന്നെ രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റവരെയാണ്. അവരെയാണ് ആദ്യം കൊണ്ടുപോകേണ്ടത്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ബാക്കിയുള്ളവരെ പിന്നെ ഭക്ഷണം എത്തിക്കുന്നതിന് ശ്രദ്ധിച്ച് ഭക്ഷണം ഹെലികോപ്റ്റർ വഴി ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാ ഏജൻസികളും വളരെ കൃത്യമായിട്ട് NDRF ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പോൾ ഈ പാലത്തിൻ്റെ ആദ്യം താൽക്കാലിക പാലം ഉണ്ടാക്കി ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നു. എല്ലാ രീതിയിലുള്ള മെഷീനറീസും ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിമാരുടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ ഈ മുഖത്ത് സജീവമാണ്. പിന്നെ ചില സംഘടനക്കാരെയൊക്കെ കണ്ടു, അവരവരുടെ മാർക്കറ്റിംഗ്. പണ്ട് ഈ SDP പോപ്പുലർ ഫണ്ട് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. ഈ 2018-ലെയും 2019-ലെയൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പോപ്പുലർ ഫണ്ടുകാർ
SDPI എന്ന് പറഞ്ഞാൽ അവരുടെ ടീഷർട്ട് ഇട്ടായിരുന്നു ഇറങ്ങി. ഇപ്പോൾ DYFI എന്ന് ടീഷർട്ട് ഇട്ട് ഇറങ്ങുന്നത് ഇവർ രണ്ട് കൂട്ടരും ഒരേപോലെയാണ്. ഇനിയിപ്പോൾ സേവാഭാരതി അത് തന്നെ തുടങ്ങും. എല്ലാവരും തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും തുടങ്ങി യൂത്ത് ലീഗിൻ്റെ ഇട്ട് പോകും. ഇവിടെ ഈ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനായിട്ടാണ് പോകണ്ടേ. DYFIക്കാരനായിട്ടോ പിന്നെ ലീഗുകാരനായിട്ടോ BJPക്കാരനായിട്ടോ കോൺഗ്രസ്സുകാരനായിട്ടോ അല്ല അവിടെ പോകണ്ടേ, മനുഷ്യനായിട്ടാണ് പോകണ്ടേ. ഒരു പിന്നെ സഹജീവികൾ അവിടെ കിടക്കുന്നു. പിന്നെ ഞാൻ വെച്ചു ഒരു കുടുംബത്തിൽ ഞാൻ എനിക്കിപ്പോഴും സങ്കടം വരുന്നത് ചില കുടുംബത്തിലൊക്കെ ഒരാൾ മാത്രം അവശേഷിച്ചുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുടുംബത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 3 കുട്ടികളും അവരുടെ ഉപ്പയും മരിച്ചു. ആ ഉമ്മ മാത്രം സർവൈവ് ചെയ്തു. ഇവർ പിന്നെ മാനസികമായിട്ട് സമനില തെറ്റിയ അവസ്ഥയിലായി. അങ്ങനെയായി. കവളപ്പാറയിൽ പിന്നെ പയ്യൻ എന്തായാലും കുറേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി. അവൻ മാത്രം ബാക്കിയായി. അവൻ്റെ ജ്യേഷ്ഠൻ മിലിറ്ററിക്കാരനായിരുന്നു, മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെട്ടു, അമ്മ മരണപ്പെട്ടു, അനിയത്തിൻ്റെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു, അനിയത്തി മരണപ്പെട്ടു. ഇപ്പം ഭയങ്കര ഡിപ്രസ്ഡായിപ്പോയായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരും. കാരണം ഞാൻ ആ സമയത്താണ് പരിചയപ്പെട്ടത്. കാരണം അവർക്ക് മിലിറ്ററിക്കാരൊക്കെ വന്ന സമയത്ത് തന്നെയാണ് പിന്നെ ഒരു ദിബാഷി എന്നുള്ള രീതിയിലൊക്കെ അവർ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്നൊരു 13 കിലോമീറ്റർ ദൂരത്താണ് ഇവർ ഈ പ്രദേശം. അപ്പം എൻ്റെ വീട്ടിൽ പ്രാവശ്യം വന്നപ്പം അവൻ പറഞ്ഞു, ഇതിൻ്റെ വീട്ടിൽ പുറകിൽ ചേട്ടൻ എൻ്റെ വീടിൻ്റെ പുറകിൽ മലയുണ്ടോയെന്ന്. അവന് മല എന്ന് കേട്ടാൽ അവന് പേടിയാണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ക്രൂരമാണ് വാക്കുകൾ എന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾക്കറിയുന്ന 6 പേരുള്ള കുടുംബത്തിൽ 5 പേര് നഷ്ടപ്പെട്ട ഒരാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് 6 പേരും പോയാൽ മതിയായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന ആൾ പിന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള അത്രയോ വർഷങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന എത്ര ദുസ്സഹമായിട്ടായിരിക്കും. മനസ്സിൽ ആ മുറിവ് ഒരിക്കലും പോയില്ലല്ലോ. പരസ്പരം ആശ്വസിപ്പിക്കാൻ 2 പേരെങ്കിലും ബാക്കിയേക്കാണെങ്കിൽ ഓക്കെ, 4 പേര് പോയിട്ട് 2 പേരെങ്കിലും ബാക്കിയേക്കാണെങ്കിൽ ഓക്കെ. അല്ലാത്തവരുടെയൊക്കെ അവസ്ഥ എന്താ? അങ്ങനെയൊക്കെ അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്, സങ്കല്പിക്കാൻ കഴിയാത്തൊരവസ്ഥകളാണ് അവിടുന്ന് വരുന്നത്. ആ സമയത്തും ഇവർ പിന്നെ ഇപ്പോൾ ബാക്കി ദുരിതാശ്വാസ ഫണ്ട് മറ്റേത് മറിച്ചത് ഇപ്പോഴേ അതിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവരൊക്കെ ശമ്പളമൊക്കെ വെട്ടി കുറച്ചാൽ മതിയെന്നേ. അത്രയും പൈസ മന്ത്രിമാരുടെ ഒരു മാസം ശമ്പളം എന്നുള്ളതല്ലല്ലോ. ഞാൻ പിന്നെ ഇപ്പോൾ ഇയാൾ പിന്നെ ടൂർ പോയപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താൽ പോകുന്ന മുൻ മന്ത്രി AK ബാലനാണ് പറഞ്ഞത്, വക്കീലായിട്ട് വന്നിട്ട് പറഞ്ഞത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താൽ പോകുന്നത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു മാസം 1.25 ലക്ഷം രൂപയോളം വരുമാനമുണ്ട്. എന്തിനാണ് 1.25 ലക്ഷം രൂപ കൊടുക്കുന്നത്? താമസം ഫ്രീ, കറണ്ട് ഫ്രീ, വണ്ടി ഫ്രീ, ഡ്രൈവർ ഫ്രീ, പിന്നെ വീട്ടിൽ ആരെങ്കിലും സൽക്കരിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ. മന്ത്രി അങ്ങനെ വരെ ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറവ് MLA-മാർക്ക് ശമ്പളമുള്ളത് കേരളത്തിലാണ്. അതായിക്കോട്ടെ MLA-മാരുടെ കാര്യമല്ലേ പറഞ്ഞത്, മന്ത്രിമാരുടെ കാര്യം. ഇവർക്കെല്ലാം ഫ്രീയാ, എല്ലാം ഫ്രീയാ. കറണ്ട് ഫ്രീ, ടെലിഫോൺ ഫ്രീ, എല്ലാം ഫ്രീ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞേച്ച് ഈ ആരെങ്കിലും വിളിച്ച് 2 പെഗ് സൽക്കരിച്ച് കൊടുത്താലും അതും ഫ്രീയാ. ഗവൺമെൻറ് ബില്ലാണ് പോകുന്നത്. വീട്ടിലെ കർട്ടൻ മാറ്റിയിട്ടാലും അതും ഫ്രീയാ, എല്ലാം ഫ്രീയാ. തോന്നുമ്പോൾ കർട്ടൻ മാറ്റി അവർക്ക്. കാരണം നമ്മളൊക്കെ കർട്ടൻ കഴുകുക ചെയ്യുന്നത്. ഇവർ കർട്ടൻ കുറച്ച് പൊടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ കർട്ടൻ വരുത്തിയിടുക ചെയ്യുന്നത്. കഴുകിയിട്ടൊന്നും ഇട്ട കാര്യമില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നേ? ഇവരുടെ ശമ്പളം വെട്ടി കുറയ്ക്കണമെന്നേ. ഇവർക്കൊക്കെ വരുമാനമുള്ള ഒരാളുള്ളൂ. മന്ത്രിസഭയിലെ 1-2 പേരൊഴിച്ച് ബഹുഭൂരിപക്ഷം പേരും കോടീശ്വരന്മാരാണ്. ഇവരെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വലിച്ചുകൊണ്ടവർക്ക് ജീവിച്ചൂടെ? പൊതുസേവകരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇതിൽ നിന്ന് പൈസ ഒരുപാട് ശമ്പളം മേടിക്കുന്നത്? പിന്നെ പൊതുസേവകരാന്ന് പറയരുത്, കൂലിക്കാരാ, ശമ്പളക്കാരാ. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ശമ്പളക്കാരാ, ഗവൺമെൻറ് ജനങ്ങളുടെ പൈസ ജീവിക്കുന്നവരാ. പൊതുസേവകരാരുമില്ല, പൊതുസേവകരാരുമില്ല. ശമ്പളക്കാരാ, കൂലിക്കാരാ. MLA-മാർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്തവർക്ക് കഴിയണം. അതിനുവേണ്ടി സർവൈവ് ചെയ്യാൻ പൈസ കൊടുക്കണം. പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്ന 7000 രൂപ. ഏറ്റവും കൂടുതൽ പണിയുള്ളത് പഞ്ചായത്ത് മെമ്പർക്കാണ്. പഞ്ചായത്ത് മെമ്പർക്ക് ഒരു ഞായറാഴ്ച 5-6 കല്യാണത്തിന് പോകണം. പെൺപിള്ളേരെ കെട്ടിക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു കൊടുക്കും. ഈ പിന്നെ പഞ്ചായത്ത് മെമ്പർക്ക് രാവിലെ തൊട്ട് ആൾക്കാരുടെ ആട്ടും തുപ്പും പണിയെല്ലാം കേൾക്കുകയും വേണം എന്നും. ഇഷ്ടംപോലെ പണിയുണ്ട്. ഇപ്പോൾ ജനകീയാസൂത്രം വന്നിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊന്നും പ്രശ്നമില്ല. MLA-ക്ക് MPക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഈ പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്ന 7000 രൂപ അവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കണം. ഒരു മനുഷ്യൻ 7000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഫുൾ ടൈമറുമാണ് ഇപ്പോൾ. അതേപോലെ തന്നെ അംഗനവാടി ടീച്ചർമാർക്ക് ഈ കുഞ്ഞുങ്ങളുടെ വിസർജ്യം വരെ കോരണം, അത് കഴുകണം, ഒക്കെ ചെയ്യണം. അവർക്ക് ശമ്പളം കുറവാണ്. ഇവിടെ പിന്നെ ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറോ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കോളേജ് അധ്യാപകർക്ക് UGC സ്കെയിൽ എന്ന് പറയുന്ന എത്ര ലക്ഷമാണ്? പണിയെടുക്കുന്നതിന് പൈസ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പങ്ങളാണ്. മറ്റവർക്ക് കൊടുക്കേണ്ടെന്നുള്ളതൊന്നുമല്ല, ഇവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. അപ്പം ഈ ദുരന്തത്തിനകത്ത് ദുരന്തം മനുഷ്യനിർമ്മിതം തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് കഴിഞ്ഞാൽ. അല്ലാതെ അടുത്ത വർഷം വീണ്ടും ഒരു ദുരന്തം വരിക, വേറെ എവിടെയെങ്കിലും പൊട്ടുക, പിന്നെ ഒരു 10-100 പേര് പോവുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദുരിതാശ്വാസ ഫണ്ട് നടത്തുക, ആ ദുരിതാശ്വാസ ഫണ്ട് വക മാറ്റി ഉപയോഗിക്കുക. അതിനെക്കുറിച്ചാണ് KM എബ്രഹാം എന്ന് പറയുന്ന കുവൈറ്റിൽ തീപിടുത്തമുണ്ടായ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ലോക കേരള സഭയിൽ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ പരിപാടിക്കകത്ത് പറഞ്ഞിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചായിരുന്നു. ആ വൈരാഗ്യമാണ് കാരണഭൂതൻ കുവൈറ്റിലെ തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്കെതിരെ പ്രസംഗിച്ചു.
അയാൾ കരഞ്ഞുകൊണ്ടാണ് പത്രങ്ങളോട് സംസാരിച്ചത്. അയാൾ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, ആശ്രിതർക്ക് ജോലി നൽകാൻ യോഗ്യരായിട്ടുള്ളവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇൻഷുറൻസിന് പുറമെ അയാൾ ഇവരുടെ 4 വർഷത്തെ ശമ്പളം ആനുകൂല്യമായിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു കമ്പനിയിൽ നിന്ന് ലോകത്ത് ചെയ്യത്തില്ല, ഒരു ലുലുക്കാക്കയും ചെയ്യത്തില്ല, ഒരു രവിപ്പിള്ളയും ചെയ്യത്തില്ല. അത് അത്രയും ചെയ്യുകയാണ് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും അതിൻ്റെ 80% ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുക ചെയ്ത്. അയാൾ കുടുംബാംഗങ്ങളെ പോലെ ജീവനക്കാരോട് ഇടപെട്ട നല്ല മനുഷ്യനാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ പൈസ എല്ലാം റൈസ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊച്ചി ചിറ്റലപ്പള്ളി എത്ര കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം, ലൈഫ് മിഷനിലേക്ക് അദ്ദേഹം കൊടുത്തു 50 ലക്ഷം കൊടുത്തു. ഈ 50 ലക്ഷം മേടിച്ച് വെക്കുകയും ചെയ്യും. അങ്ങേരെ സ്ഥാപനത്തിനകത്ത് പിന്നെ അവർ ലോഡ് വരുമ്പം ഇവന്മാർക്ക് നോക്കുകൂലി മേടിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ. ഇതൊക്കെ മാറണം. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവന് വേണ്ടി ജീവൻ എത്രത്തോളം വരെയുണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ പോയവന്മാർ ആത്മാർത്ഥമായിട്ടാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും നാളെ വേറൊരു മനുഷ്യനെ കൊല്ലാൻ നിൽക്കരുത്. മനുഷ്യൻ്റെ ജീവന് വിലയുള്ളതുകൊണ്ടാണല്ലോ രക്ഷിക്കാൻ പോണേ. അതെ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നിൽക്കരുത് എന്നുള്ളതാണ്. സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല. എന്തായാലും മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് ദുരന്തകാലം. ആ ദുരന്തകാലത്ത് മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന സ്നേഹവും സാഹോദര്യവും ഒക്കെ വീണ്ടും തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.